നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഒരുപാട് നാൾക്ക് ശേഷം നമ്മുടെ ലോങ് വീഡിയോ കേട്ടോ. അപ്പോൾ ആ ലോങ് വീഡിയോ നമ്മുടെ പൊങ്കാല വിശേഷം തന്നെയാണ്. നമ്മുടെ ആറ്റൽ പൊങ്കാലയ്ക്ക് പോവുകയാണ്. രാവിലെ തന്നെ ഒരു 3:30 ആയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അമ്മയും ചിഞ്ചുമൊക്കെ നേരത്തെ ഓട്ടോയിൽ അങ്ങ് പോയേ. ഇപ്പം 3:30 പോകുന്നത് വേറൊന്നുമല്ല കേട്ടോ. നമുക്ക് കുറച്ച് 4 മണി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ബ്ലോക്കായിരിക്കും. പിന്നെ നമുക്ക് വണ്ടിയിൽ നമുക്ക് എത്തേണ്ടടുത്ത് വരെ എത്താനൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ പകുതി വരെ ഇറക്കിയിട്ട് നമ്മൾ നടക്കേണ്ടി വരും. അതുകൊണ്ട് ഇത്ര നേരത്തെ പോയാൽ പിന്നെ നമുക്ക് എത്തേണ്ടടുത്ത് നമ്മുടെ പൊങ്കാലയുടെ വീടിൻ്റെ അവിടെ വരെ വണ്ടിയിൽ ചെന്ന് ഇറങ്ങാം കേട്ടോ. അതുകൊണ്ട് രാവിലെ പോവാം. എന്നിട്ട് തന്നെ അതേ കണ്ടോ ബ്ലോക്ക് കണ്ടോ, വലിയ എന്നാലും നമുക്ക് വീട് വരെ എത്താൻ പറ്റി കേട്ടോ. അങ്ങനെയാണ് എത്തിയത്. അപ്പം എല്ലാവരുടെയും ഒരു വർഷത്തെ കാത്തിരിപ്പാണ് പൊങ്കാല എന്ന് പറയുന്നത്. അപ്പം ഈ വർഷവും ഞങ്ങൾക്ക് എല്ലാവർക്കും അതിടാൻ പറ്റി. അപ്പം പറയാനാണെങ്കിൽ എൻ്റെ ഇത് 11ാമത്തെ പൊങ്കാലയായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ എണ്ണി പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും എനിക്ക് ഓർമ്മയുള്ളതുകൊണ്ട് ഞാനങ്ങ് പറയാം. ഇപ്പം അമ്മയുടെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്കൊന്നും അറിയത്തില്ലായിരിക്കും കേട്ടോ എത്ര വർഷമായി എന്നൊന്നും. കാര്യം എല്ലാ വർഷവും ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അമ്മയ്ക്കൊന്നും അറിയത്തില്ലായിരിക്കും. അങ്ങനെ പൊങ്കാലയ്ക്ക് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കറക്കത്തിന് ഇറങ്ങി കേട്ടോ. വെറുതെ സമയമുണ്ടല്ലോ, എല്ലാമൊക്കെ പോയി കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് അങ്ങനെ. അപ്പോൾ അതേ ഈ പാത്രങ്ങൾ ഇരിക്കുന്നതാണ്. എനിക്ക് സ്റ്റീൽ പാത്രങ്ങളും പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഇതൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, വാങ്ങിക്കാനും ഇഷ്ടമാട്ടോ. അപ്പോൾ ഞാൻ 2 പാത്രങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചേ. ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് ബിഗ് ഷോപ്പർ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടായിരുന്നു. എന്നിട്ട് ഞാനത് 2 പാത്രവും വാങ്ങിച്ച്. എന്നിട്ട് വാങ്ങിക്കാതെ തന്നെ നമുക്ക് ഓരോ സാധനങ്ങൾ ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. പാട്ടും ബഹളവും എന്ത് പറയുന്നത് ഒരു മേളമായിരിക്കുമല്ലോ. അങ്ങനെ അതൊക്കെ കണ്ട് തിരിച്ച് വന്നിട്ട് പിന്നെയും കുറച്ച് സമയം ഇരുന്ന് അങ്ങനെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ് ഒരു 6:30 ആയപ്പോഴത്തേക്കിന് ഞങ്ങൾ പിന്നെ ഈ മണ്ടപ്പുറ്റിനും തെരളിക്കും ഒക്കെ എല്ലാത്തിനും മാവൊക്കെ കുഴച്ച് നമുക്കെല്ലാം സെറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ 3 ഇടുന്നത്. അതായത് മണ്ടപ്പുറ്റും നമ്മുടെ ശർക്കര പായസവും വെള്ളച്ചോറും അങ്ങനെ 3. അപ്പോൾ കേശപ്പനാണെങ്കിൽ ഇന്നലെ തന്നെ സാലിമയെ കൊണ്ട് വാങ്ങിപ്പിച്ച കളറിങ് ബുക്കും സ്കെച്ചും ഒക്കെ, അതായത് ഇവിടെ വന്നിരുന്ന് ബോറടിക്കാതെ കളർ അടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത്. അത് എടുത്തുകൊണ്ടൊക്കെയാണ് വന്നത് കേട്ടോ. അപ്പോൾ അതേ മണ്ടപ്പുറ്റിനൊക്കെ കുഴച്ച് ആക്കിക്കൊണ്ടിരിക്കുന്ന അമ്മ. അപ്പം എനിക്ക് മണ്ടപ്പുറ്റിനുള്ളത് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വെള്ളച്ചോറിന് പിന്നെ പായസം ആ സമയത്ത് മതിയല്ലോ, വേറെ ഒന്നും അതിന് ചെയ്യാനില്ല. അപ്പോൾ അതേ കേശപ്പൻ അവിടെ ഒരു കൂട്ടുകാരനെ കിട്ടി. അവർ രണ്ടുപേരും കുറച്ച് സമയം ഫോണിലൊക്കെ കളിച്ച്, ഇത്തിരി സമയം ഫോണിൽ കളിച്ച്. പിന്നീട് ഇവിടെ ഫുള്ള് ഓട്ടമായിരുന്നു, വെയിലത്ത് ഫുള്ള് കളിയായിരുന്നു കേട്ടോ. കുറച്ചേറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. രാവിലെ ഒന്നും അവർ ഉറക്കം എണ്ണീക്കാത്തതുകൊണ്ടായിരുന്നു കേശപ്പൻ ഇച്ചിരി ബോറടി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് കേശപ്പനും ഓണായി. കാര്യം കളിക്കാൻ ആളെ കിട്ടിയപ്പോഴത്തേക്കിന്. പിന്നെ അതേ നമുക്ക് തീ കത്തിക്കണ സമയമൊക്കെ ആയി. അവിടെ വിളക്കൊക്കെ കത്തിച്ചിരുന്നു. അങ്ങനെ നമ്മൾ തീ കത്തിച്ചു. എല്ലാവരുടെയും എന്താ പറയുന്ന ഒരു വർഷത്തെ കാത്തിരിപ്പ് ഇവിടെ അവസാനിച്ച് നമ്മളെല്ലാവരും പൊങ്കാല ഇട്ട് തുടങ്ങി. പിന്നെ പൊങ്കാല ഇട്ടതിന് ശേഷമൊന്നും ഞാൻ വലിയ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ് ഈ വെയിലും ക്ഷീണവും കാരണം കുറച്ച് സമയം ഒരു 1/2 മണിക്കൂറൊക്കെ ഞാൻ ഉറങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പൊങ്കാല ഇട്ട് നടന്നുകൊണ്ടിരിക്കുക. ആദ്യമേ ശർക്കര പായസമാണ് കേട്ടോ ഞാൻ ഇട്ടത്. എന്നിട്ട് 2 അടുപ്പ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. ഒന്നിനകത്ത് നമ്മുടെ മണ്ടപ്പുറ്റും വെച്ച്, ഒന്നിൽ പായസവും വെച്ചിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ പായസം ആയതിനു ശേഷം വെള്ളച്ചോറും കൂടി വെച്ചാൽ മതി കേട്ടോ. സത്യം പറഞ്ഞാൽ പായസം പെട്ടെന്നാകും, ഒരുപാട് സമയമൊന്നും ആകത്തില്ല. ഇപ്പം നമുക്ക് 9:45 തീ കത്തിച്ചത് കേട്ടോ. അപ്പോൾ 2:15 നേദിക്കുന്നത് ഈ വർഷം നേരത്തെയാണ് തീ കത്തിച്ചതും നേദിക്കുന്നതും നേരത്തെയാണ് കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഇട്ടു. കുറച്ച് അരിയാണ് ഇടുന്നത് കേട്ടോ. കാര്യം എല്ലാവരും പായസം ഇടുന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഒരുപാടൊന്നും കൊടുക്കാൻ വേണ്ടി എല്ലാ വീടുകളിലും പായസമൊക്കെ ഇടും. അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാനും പിന്നെ ഇടാത്ത എവിടെയെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. വെറുതെ നമുക്ക് ഇട്ട് കളയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് വീതം ഞങ്ങൾ വാങ്ങിച്ചിട്ട് എല്ലാവരും കുറച്ച് വീതം എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാലും 1/4 കിലോ വീതം എല്ലാവരും ഇടാറുണ്ട്. അതിൽ കുറച്ച് നമുക്ക് ഇടാനൊന്നും കാണത്തില്ലല്ലോ. അങ്ങനെ പൊങ്കാലയൊക്കെ തിളച്ചു. പിന്നെ അങ്ങനെ കുറേ സമയം ഇരുന്നൊക്കെ ഉറങ്ങി. അത് കഴിഞ്ഞ് നമ്മുടെ തിരുമേനിയൊക്കെ വന്ന് പൊങ്കാലയൊക്കെ നേദിച്ചതിന് ശേഷമാണല്ലോ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി ഈ നേദിക്കൽ കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചു പടങ്ങാണ് കേട്ടോ. അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു വിഷമം വരും കേട്ടോ. എല്ലാവരും കഴിഞ്ഞ് തിരിച്ച് അവരവരുടെ വീടുകളിലേക്കുള്ള ഒരു യാത്രയായി കാണുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഒരു വർഷത്തേക്ക് നമുക്ക് കാത്തിരിക്കണം. അപ്പോൾ ഒരു വർഷത്തെ കാത്തിരിപ്പോടു കൂടി എല്ലാവരും മടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയും ഇവിടെ നിർത്തുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.